പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ കൃഷിയൊക്കെ പറ്റി. ഓക്കെ, ഉണ്ട് കുറ്റി കറ്റയാക്കിയിട്ടുണ്ട്. വീട് അപ്പുറത്തെ കരമലാണ് വീട് കേട്ടോ. ഞാൻ ഇപ്പുറത്തെ കരമെന്നാണ് വീഡിയോ എടുക്കുന്നത്. അതായിരുന്നു കുളം. ഓക്കെ, നെൽകൃഷികളൊക്കെ ഫുൾ തെങ്ങും കൃഷികളും. പ്രധാനമായിട്ട് ഇവിടെ നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ. പിന്നെയാണ് വാഴക്കൃഷി, തെങ്ങ് വരുന്നത്. തെങ്ങും തോപ്പുകൾ കുറേ കാണാം, ഇഷ്ടം പോലെ. ഓക്കെ, നിക്കര സൈഡ്. ഓക്കെ, തെങ്ങിൻ തോപ്പ്. വാഴക്കൃഷികൾ അവിടെ കാണാം. ഓക്കെ, അവിടെ ഇപ്പം നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആയിട്ട് ആൾക്കാർ നെല്ല് മൂർന്നിട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ആ കാഴ്ചയാണ് കാണുന്നത് ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ. നടന്നു വരാൻ വേണ്ടിയിട്ട് മെല്ലെ മെല്ലെ നടക്കാൻ പറ്റും. ചളിയാണ്, പൂണ്ടുപോകും. ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. കൊക്കുകളെ കാണാം ഗൈസ്. ഓക്കെ, ആൾക്കാർ വരുന്നുണ്ടോ? ഇങ്ങനെയാണ് കൊണ്ടുപോവുക. ഓക്കെ, കറ്റയായിട്ട് കൊണ്ടുവരുന്നതാണ്. ആ കാഴ്ചയാണ് കാണുന്നത് ഗൈസ്. ഒരു കെട്ടുകെട്ട് ആയിട്ട്. ഓക്കെ, നെല്ല് അവിടെ ഇടുന്നതാണ് കാഴ്ചയാണ് കാണുന്നത്. ഓക്കെ, കൊക്കോളൊക്കെ ഉണ്ട്. ഇവിടെ മുന്നെയാണ് ട്രാക്ടർ വന്നിട്ട് നിരപ്പാക്കി നെൽകൃഷികൾ ഇപ്പോഴും ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് കാണാം നമുക്ക് നെൽകൃഷികൾ. ചളികളാണ് ഇവിടെ. ഓക്കെ, അടുത്തുനിന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് കാപ്പാട്. ഓക്കെ, കണ്ണൂർ ജില്ലയിൽ. ഇതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കൃഷി. ഓക്കെ, ഫുൾ നെല്ലിട്ടിരിക്കുകയാണ് ഗൈസ്. കാഴ്ചയാണ് കാണുന്നത്. ഓക്കെ, കാട് ആണ് കാപ്പാട് കേട്ടോ. ഇത് മുതൽ അക്കരെ മരങ്ങൾ. ആ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. പഴയ വീടൊക്കെ കാണാം, പണ്ടത്തെ വീടൊക്കെ ഇതുപോലെ. അക്കരമായി പോകണം. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു. ഒരു കുളമുണ്ട്. നമ്മൾ അപ്പുറത്തെ കരമല ഉള്ളത്. അവിടെ കാണുന്നുണ്ടോ? അപ്പുറത്തെ കരമല നമ്മൾ എത്തണം. അവിടെ നല്ല അടിപൊളി കുളമുള്ളത്. കടന്നപ്പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത്. മുന്നേ വ്ളോഗ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ. കാണാൻ കേട്ടോ തറവാട് കേട്ടോ. മുളയൊക്കെ ഉണ്ട് ഇവിടെ. കാപ്പാടാണ് കേട്ടോ. പണ്ടത്തെ വീടാണ്, കുറേ മുന്നേ ഉള്ള, കുറേ വർഷങ്ങളായി പഴക്കമുണ്ട്. ഓക്കെ, മുളകൾ കാണാം, അടിപൊളി മുള, കാട്ടുമുള. ഓക്കെ, ആണ് മെയിൻ ഗേറ്റ്. ഇതാണ് പണ്ടത്തെ വീട്. ഓക്കെ, അടിയൊരു വീടല്ലേ, കുറേ വർഷം പഴക്കമുണ്ട് കേട്ടോ. ഓക്കെ, ഓടിട്ട പണ്ടത്തെ വീട്. ഈ നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്, നടന്നു നീങ്ങുകയാണ്. ഇതാണ് മുള. ഇനിയും മുള കാണാം. അടിപൊളി ഗൈസ്, അടിപൊളി സ്ഥലമാണ്. ഓക്കെ, ഇതാണ് കാപ്പാട് മണ്ടോട്ട് കുളം. കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, കാട്ടിൻ്റെ നടുവിലാണ് മണ്ടോട്ട് കുളം വരുന്നത്. ഓക്കെ, വലിയ കുളം. നമ്മളെല്ലാവരും ഫ്രണ്ട്സൊക്കെ വന്ന് കുളിക്കുന്ന കുളമാണ്. മുന്നേ വ്ളോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ പറ്റും. ഓക്കെ, രാമചന്ദ്രൻ കടന്നപ്പള്ളി ഞാൻ പറഞ്ഞില്ലേ, ഉദ്ഘാടനം ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കുളം, വലിയ കുളമാണ്.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ബോർഡ് കണ്ടാലോ? ബോർഡല്ല, ചുമരുമേൽ എഴുതി വെച്ചാണ്. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട് കുളം സംരക്ഷണം. നല്ലതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുടി 6 മണി വരെ നല്ല എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി കാണാൻ കാഴ്ചകൾ. ഓക്കെ, ഭയങ്കര ആഴമാണ് കേട്ടോ. നമ്മൾ മെല്ലെയാണ് എടുക്കുന്നത് കേട്ടോ. സൈഡിലൂട്ടായിട്ടും പോകണം. കുറേ ഫിഷുകളൊക്കെ ഉണ്ട്. ഓക്കെ, കണ്ടില്ല നിങ്ങൾ? നല്ല വീതിയും സ്ക്വയറാണ് കേട്ടോ, ചതുരത്തിലാണ്. ഓക്കെ, കുളത്തിൻ്റെ കാഴ്ചകളാണ്. ഇതാണ് കുളം, മണ്ടോട്ട് കുളം. എല്ലാ ആൾക്കാരും ഇവിടെ നിന്നാണ് കുളിക്കാൻ വരുന്നത്. പല ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. കുട്ടികൾ, മുതിർന്ന ആൾക്കാർ, ചെറുപ്പക്കാർ, എല്ലാവരും, എല്ലാ ആൾക്കാരും, ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവരെ കുളിക്കുന്ന കുളമാണ് മണ്ടോട്ട് കുളം. ഓക്കെ, അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സ്റ്റെപ്പൊക്കെ ഉണ്ട്, അടിപൊളി സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ കയറുന്ന ഭാഗം. ഓക്കെ, എൻട്രൻസാണ്. ഇവിടെ കുളി 6 മണി വരെ എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. ടൈം കാണാം, കാപ്പാടാണ് കേട്ടോ, ബോർഡ് കാണാം. ഓക്കെ, നിങ്ങളായിട്ട് കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതുവഴി ഇറങ്ങാൻ പറ്റും കേട്ടോ, സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങേണ്ടത് താഴേക്ക്. ഓക്കെ, നല്ല നീന്താൻ അറിയുന്നവർക്ക് മാത്രം ഇവിടെ കുളിക്കാൻ ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, ആ കാഴ്ചയാണ് കാണുന്നത്. ഇനി കാണുന്നതാണ് ചെറിയൊരു കുളം കാണാം കേട്ടോ നിങ്ങൾക്ക് കേട്ടോ. ഈ കാടും ഈ വാഴത്തോട്ടങ്ങൾ ഇടയിൽ ഒരു കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണാം കേട്ടോ. ഈ വയലൊക്കെ കാണിച്ചു തരാം. ഇതാണ് കാപ്പാടാണ് കേട്ടോ. അങ്ങോട്ടാണ് ചേലവറ ഗ്രാമമുള്ളത്. കാപ്പാട് വരുന്നത് അങ്ങോട്ടേക്കാണ്. ഓക്കെ, അക്കരെ വരുന്നത് ഈ ലെഫ്റ്റ് സൈഡ് ഭാഗത്താണ്. ഓക്കെ, ഇവിടെ പല കൊക്കുകളുണ്ട് ഉണ്ടോ. ഇവിടെ എല്ലാം പൂപ്പല ഇതെല്ലാം പിടിച്ചിട്ട് ചമ്മിയൊക്കെ നല്ല അട്ടയൊക്കെ ഉണ്ടാവും. ഇവിടെ ഡേഞ്ചറാണ് ഇവിടെ ചെയ്യുന്നത്. കൃഷി, നെൽകൃഷിയാണ്. ഓക്കെ, നൈസ്. ഓക്കെ, മുന്നോട്ട് പോകും. ഓക്കെ, മുന്നോട്ടും കൂടി കാണിച്ചു തരാം. ഓക്കെ, നല്ല അടിപൊളി കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ആൾക്കാരെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഓക്കെ, കാഴ്ച കണ്ടോളൂ. ഓക്കെ, കണ്ടല്ലോ ഗൈസ്, മണ്ടോട്ടുകുളം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, കുറച്ച് മുന്നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ഇതുവഴിയെല്ലാം ഇറങ്ങാൻ പറ്റും. ശ്രദ്ധിക്കണം നിങ്ങൾ ഇറങ്ങുമ്പോൾ. ചമ്മിയൊക്കെ ഉണ്ട്. ചമ്മി കാടാണ് കേട്ടോ. അങ്ങോട്ടൊരു അമ്പലമുണ്ട് ഭാഗത്ത്. ഓക്കെ, ഇവിടെ ചമ്മിയുണ്ട് താഴെ. ഓക്കെ, ഇതുവഴി ഇറങ്ങുന്നുണ്ട് കേട്ടോ, സ്റ്റെപ്പുണ്ട്. ഇറങ്ങിയിട്ട് അടിപൊളി കാഴ്ചയാണ്, വേറെ മാതിരി കേട്ടോ, രക്ഷയില്ല. നമുക്കും കുളിക്കാനൊക്കെ തോന്നും ഇവിടെ വന്നാലേ. ഓക്കെ ഗൈസ്, ഇത് പരിചയപ്പെടാം. നമ്മുടെ
പുതിയ കുളമാണ്. മണ്ടോട്ട് കുളത്തിൻ്റെ കുറച്ച് താഴോട്ടായിട്ടാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തത് കടന്നപ്പള്ളി തുറമുഖ മന്ത്രിയാണ്, രാമചന്ദ്രൻ. ഓക്കെ, ഞാൻ ഇൻസ്റ്റോളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത്. ഓക്കെ, മുന്നേ ഈ കാഴ്ച കാണാം. ഓക്കെ, അടിപൊളി കാഴ്ച അല്ലേ. ഇത് സ്ക്വയറിലാണ്, ചെറിയ കുളമാണ്, ഒരു മീഡിയം കുളം. ഓക്കെ, ഇവിടെ ഫിഷുകളൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളിയല്ലേ. ഇവിടെ മെയിനായിട്ട് കൃഷിക്കാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് കാപ്പാട് തന്നെയാണ്. ഓക്കെ, കൃഷിക്കാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഓക്കെ, നെൽകൃഷി, പച്ചക്കറി കൃഷി, വാഴക്കൃഷി അതിനെല്ലാം ഉപയോഗിക്കുന്നതാണ് ഈ കുളത്തിലെ വെള്ളം. ഓക്കെ, വലിപ്പമുണ്ട് എന്നാൽ കുളം. നമ്മൾ നേരത്തെ കണ്ടതിനെ കാട്ടി കുറച്ച് കുറവാണ്, എന്നാലും വെള്ളമുണ്ട്. ഓക്കെ.